കൊടുംചൂടിൽ വലഞ്ഞിരിക്കുകയാണ് കേരളം. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂട് കൂടിയതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. കുട്ടനാട്ടിലെ പല മേഖലകളിലും ദിവസങ്ങളായി കുടിവെള്ളം ലഭ്യമല്ല. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ഒപ്പം കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം എസ് ശാലിനിയാണ് ചേർന്നത് തിരുവനന്തപുരത്തെ വാർത്തകൾ തരാനായിട്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. ചൂടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം തിരുവനന്തപുരത്തും അത്യാവശ്യത്തിന് ചൂടുണ്ട്. ഒപ്പം ആശ്വാസമായിട്ട് ഇന്നലെ ഒരു മഴ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഉഷ്ണതരംഗ സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? രജനി, ഗുഡ് മോർണിംഗ്. നമസ്തേ. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മഴയൊക്കെ പെയ്തത് എവിടെയാണ് എന്നൊരു ചോദ്യം ഈ രാവിലെ 7 മണിക്ക് ചോദിക്കേണ്ട സാഹചര്യത്തിലാണ് തലസ്ഥാനവാസികൾ ഉള്ളത്. ആശങ്കാജനകമായ രീതിയിൽ തന്നെയാണ് തലസ്ഥാനത്തുൾപ്പെടെ താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില തിരുവനന്തപുരം ജില്ലയിലും വർദ്ധിക്കും വരും മണിക്കൂറുകളിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 4 ജില്ലകളിൽ ആശങ്കാജനകമായ രീതിയിൽ താപനില ഉയരുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട്, തൃശൂർ ജില്ലകൾക്ക് ആശങ്കാജനകമായ രീതിയിൽ താപനില ഉയരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സാധാരണ നിലയിലേക്കാൾ താപനില ഉയരുന്നത്. ആലപ്പുഴയിലും തൃശൂരും കോഴിക്കോടും സമാനമാണ്. തിരുവനന്തപുരത്തും സാഹചര്യം സമാനമാണ്. 4 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണഗതിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞ നിർദ്ദേശങ്ങൾ ചിലതാണ്. ഈ മാസം 15 വരെ, അതായത് മെയ് 15 വരെ സർക്കാരിന്റെ ഒരു ഉത്തരവ് അത് നിലനിൽക്കുമെന്നുള്ളതാണ്. രാവിലെ 7 മുതൽ രാത്രി 7 മണി വരെയുള്ള 8 മണിക്കൂർ ജോലി സമയത്തിൽ ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ പൂർണ്ണമായും വിശ്രമം തൊഴിലാളികൾക്ക് നൽകണമെന്നുള്ളതാണ് ആ ഉത്തരവ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ലേബർ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം മേഖലകളിലെത്തി പരിശോധന നടത്തണമെന്നുള്ളതാണ്. കാരണം പാലക്കാട്, ആലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി സൂര്യതാപം, സൂര്യാഘാതവും ഒക്കെ ഏൽക്കുന്ന സാഹചര്യം, മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളികൾ സുരക്ഷിതരാണോ എന്ന് പരിശോധിക്കാൻ ലേബർ കമ്മീഷണറെ മന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പുതുക്കിയ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ മുന്നറിയിപ്പിലും കൂടുതൽ ജില്ലകൾക്ക് കരുതൽ, ജാഗ്രത, ഒപ്പം തന്നെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എൽ നിനോ പ്രതിഭാസം അതിരൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ട്. വേനൽ മഴയിലെ കുറവ് അതും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരു മാസത്തോടു കൂടി എത്തേണ്ട വേനൽ മഴ കാര്യമായി പെയ്യുന്നില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ അതീവ ജാഗ്രത പാലിക്കണം. കൂടുതൽ വരൾച്ച ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, സൂര്യാഘാതം, സൂര്യാതാപം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മുൻകരുതലുകൾ പൊതുജനം പാലിക്കണം. ഈ വെയിലത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണം. നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കുന്ന രീതിയിലുള്ള നടപടികൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ കൂടുതൽ വെള്ളം കുടിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അയഞ്ഞ വസ്ത്രം ധരിച്ച് വേണം പുറത്തിറങ്ങാനും വീടുകളിൽ വിശ്രമിക്കാനും എന്നൊക്കെയാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് തലസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ 5 ജില്ലകളുള്ളത്. ക്രമാതീതമായി താപനില ഉയരുന്നത് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പും കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾക്കുൾപ്പെടെ നൽകിയിട്ടുണ്ട്. ആ ജാഗ്രതയും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ 7 മണി സമയത്ത് പോലും തിരുവനന്തപുരം, പാളയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ തന്നെ നമുക്ക് ഫീൽഡിൽ നിൽക്കുമ്പോൾ ആ ചൂട് അനുഭവപ്പെടുന്നുമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ആ ചൂട് കൊള്ളും. ചുട്ടുപൊള്ളുന്ന രീതിയിലേക്ക് തലസ്ഥാനം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ മാറുകയാണ്. അതീവ ജാഗ്രത തുടരണമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ പൊതുജനങ്ങൾ പ്രത്യേകമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിക്കുന്നുണ്ട്. രജനി, ശാലിനി, നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചൂട് എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് വന്നൊരു റിപ്പോർട്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വ്യാപാര മേഖലയാണ് കൂടുതലായിട്ട്
ഇത് അനുഭവപ്പെടുന്നതെന്ന് പറയാം. കാരണം ഓരോരുത്തരും പറയുന്നുണ്ട്, രാവിലെ 10 മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരാൾ വരാൻ വേണ്ടി കാത്തിരിക്കണം. ആ ഒരു അവസ്ഥയാണ്. കാരണം വീടിനകത്തിരിക്കുന്നവർക്ക് പോലും സൂര്യാഘാതമേക്കുന്നു. ഇന്നലെ പാലക്കാട് നിന്നൊരു വാർത്തയാണ്, ഈ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥന് സൂര്യാഘാതമേറ്റു. അപ്പോൾ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും എന്നുള്ളൊരവസ്ഥ എന്ന ജനങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കനത്ത ചൂട് സർവ്വ മേഖലയിലും വ്യാപിക്കുകയാണ്. അത് വളരെയധികം നഷ്ടത്തിലേക്കും എത്തിച്ചേരുന്നു, വ്യാപാരികൾക്കടക്കം നഷ്ടത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. രജനി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തലസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലൊക്കെ തന്നെ ഈ വഴിയോര കച്ചവടക്കാർ, അല്ലാത്ത കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ തന്നെ നിരവധിയാണ്. അവരെയൊക്കെ തന്നെ കാര്യമായി ഈ വേനലും ചൂടും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ വലിയ രീതിയിൽ നഷ്ടത്തിലേക്ക് പല സാധാരണക്കാരും പോകുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ പാലക്കാട് വീടിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന വയോധികനെയാണ് ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റത്. അതിനുശേഷം ആ പൊള്ളൽ തിരിച്ചറിയുകയും അത് സൂര്യാഘാതമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെ നിർമ്മാണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ചില വ്യക്തികൾ കൊഴിഞ്ഞു വീണ് മരിക്കുന്നു. ഹൃദയാഘാതമാണെന്നും പിന്നീട് അത് ചൂടിനെ തുടർന്നുള്ള അസ്വസ്ഥതകൾ കാരണമാണ് മരണമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആശങ്കാജനകമായ രീതിയിൽ താപനില കൂടുകയാണ്. ഒരുപക്ഷെ വേനൽ മഴ ഇനിയും പെയ്തില്ലെങ്കിൽ സംസ്ഥാനം പോവുക വലിയ രീതിയിലൊരു വരൾച്ചയിലേക്കാകുമെന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിലുള്ള മുൻകരുതലുകൾ തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ തന്നെ നൽകുന്നതിൽ ആശങ്ക ഏറ്റവും വർദ്ധിച്ചു നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലും ഈ ഒരു താപനില വർധനവ് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവായി ഓരോ ജില്ലാ ഭരണകൂടങ്ങളും വിലയിരുത്തുന്നത്. സ്വാഭാവികമായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അത്തരത്തിലുള്ള സാഹചര്യം പരിശോധിച്ച് തന്നെയാണ് ഈ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത്. ഇടവിട്ടുള്ള ചെറിയ മഴ അത് ആശ്വാസമാകുന്നുണ്ട് എങ്കിൽ പോലും അത് കാര്യമായ ആശ്വാസം ഒരു ജില്ലകൾക്കും നൽകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ മിക്ക ജില്ലകളിലും ഇടവിട്ട് മഴ പെയ്തിരുന്നു. വളരെ ചുരുക്കം സമയം മാത്രം 10-15 മിനിറ്റ് നിന്ന് പെയ്യുക മാത്രമാണ് മഴ ഉണ്ടാകുന്നത്. ആ മഴ ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും ഒരു സ്ഥിര ആശ്വാസത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ മെയ് മാസം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസത്തിലെങ്കിലും വേനൽ മഴ ശക്തമായില്ല എങ്കിൽ സംസ്ഥാനം പോവുക കടുത്ത ആശങ്കയിലേക്കായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, ജാഗ്രതകൾ ഒക്കെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാർ സംവിധാനങ്ങളും നൽകുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഹെഡ്ലൈൻസിൽ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഒക്കെ തന്നെ ക്രമാതീതമായി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഫാനോ അല്ലെങ്കിൽ AC ഉപയോഗിക്കാതെ വീട്ടിനുള്ളിൽ തന്നെ വിശ്രമിക്കാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇടവിട്ടുള്ള ലോഡ് ഷെഡിങ്ങിലേക്ക് അല്ലെങ്കിൽ പവർ കട്ടിലേക്കൊക്കെ തന്നെ KSEB അടക്കം നീങ്ങുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് മറികടക്കാനുള്ള നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ നടപടികളും ഒക്കെ തന്നെ നാളെ വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് ഒരു ഉന്നതതല യോഗം നാളെ ചേരുന്നുണ്ട്. അതിലൊരു പക്ഷേ സമ്പൂർണ്ണ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സംസ്ഥാനത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നാളെ ഈ യോഗത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ പോകുന്നു. വിവിധ മേഖലകൾ നഷ്ടത്തിലേക്ക് പോകുന്നു. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വൈദ്യുതി ഉപഭോഗം ഉൾപ്പെടെ ക്രമാതീതമായി ഉയരുകയാണ്. ആശങ്കകളും ഒപ്പം തന്നെ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വെയിൽ നേരിട്ട് ശരീരത്തിലേക്ക് ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, സൂര്യാഘാതം, സൂര്യാതാപം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. രജനി, ശരി, വെന്തുരുക തന്നെയാണ് കേരളം. ഒപ്പം ഉഷ്ണതരംഗ സാധ്യതകളുണ്ട്. ഇതിനിടയിൽ തന്നെ ഈ അപ്രഖ്യാപിത പവർ കട്ടുകളുണ്ട്. അതിൽ പ്രതിഷേധം ഒക്കെ തന്നെ രൂക്ഷമാകുന്ന സാഹചര്യം. ഈ വൈദ്യുതി ഉപഭോഗവും സർവ്വകാല റെക്കോർഡിലെത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. ഇതിനുശേഷം കേരളം ലോഡ് ഷെഡിങ്ങിലേക്കാണോ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നാളെ നോക്കിക്കാണാം. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.